ഹലോ മക്കളെ, നമ്മൾ വളരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടണിയിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന ചില ഏരിയകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നും അതേപോലെ തന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചില ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ന്യൂമറിക്കൽസുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകളോ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. നോക്കിക്കോണേ, അപ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കുന്ന ഏരിയകൾ. ഒന്നാമത്തെ കേസ് നോക്കിയേ, പോപ്പുലേഷൻ ഗ്രോത്ത് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് കാൽക്കുലേഷൻ അതൊന്നെങ്കിൽ എന്ത് ചോദിക്കാം, മോർട്ടാലിറ്റി റേറ്റ് ചോദിക്കാം, ഡെത്ത് റേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ബർത്ത് റേറ്റ് ചോദിക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ചോദ്യം വരിക. ടോപ്പിക് ഇതാണ്, പോപ്പുലേഷൻ ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ലബോറട്ടറിയിൽ 60 ഫ്രൂട്ട് ഫ്ലൈസ് ഉണ്ട്. അപ്പോൾ 60 ഫ്രൂട്ട് ഫ്ലൈസ് അവിടെ പ്രസന്റ് ആണ്. ഈ 60 ഫ്രൂട്ട് ഫ്ലൈസിൽ ഒരു സ്പെസിഫിക് വീക്കിൽ 6 പേര് മരിച്ചു. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? മോർട്ടാലിറ്റി റേറ്റ് ആണ് കാണാൻ പറഞ്ഞത്. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ നെയ്റ്റാലിറ്റി റേറ്റ് ആണ് നമ്മളോട് ചോദിക്കുക. മോർട്ടാലിറ്റി റേറ്റിനെ തന്നെ നമുക്ക് എന്ത് പറയാം? ഡെത്ത് റേറ്റ് എന്ന് പറയാം. നെയ്റ്റാലിറ്റി റേറ്റിനെ നമുക്ക് ബർത്ത് റേറ്റ് എന്നും പറയാം. പറഞ്ഞൂടെ? ഇനി പറയാൻ പോണേ, ബർത്ത് റേറ്റോ അല്ലെങ്കിൽ ഡെത്ത് റേറ്റോ എന്താണ് ചോദിക്കുന്നത് നോക്കുക. ഡെത്ത് റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാണുക? നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ കണ്ടാൽ മതി. ഇനി ബർത്ത് റേറ്റ് ആണ് ചോദിച്ചെങ്കിലോ നമ്പർ ഓഫ് ബർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. ഇപ്പോൾ ചോദ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമാണ്. ബർത്ത് റേറ്റോ ഡെത്ത് റേറ്റോ ചോദിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഡെത്ത് എത്രയാണോ അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നോക്കണേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഡെത്തുകൾ എന്ന് പറയുന്നത് 6 ആൾക്കാരാണ് ഇല്ലേ? നമ്പർ ഓഫ് ഡെത്തുകൾ എന്ന് പറയുന്നത് 6 അത് ടോട്ടൽ അവിടെ ഉള്ളത് 60 ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ അവിടെ ഉള്ളത് 60 ആളുകളാണെങ്കിൽ 1/10 എന്ന് നമുക്ക് കിട്ടും. അത് ഈക്വൽ ടു 0.1 എന്നെല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാകും. അത് കേസ് പരിചയപ്പെടുത്താണ്, ഓപ്ഷൻ ഇട്ടിട്ടല്ല, കേസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബർത്ത് റേറ്റോ ഡെത്ത് റേറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബർത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ. അപ്പോൾ 6/60 എന്ന് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1/10 എന്ന് കിട്ടും. 0.1 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നോക്കിക്കോണ്ടോ, രണ്ടാമത്തെ കേസാണ് പരിചയപ്പെടുത്താൻ പോണേ. നോക്കിക്കോണേ, നെറ്റ് പോപ്പുലേഷൻ ഇൻക്രീസ്. നോക്കിക്കോണ്ടോ, മൊത്തം പോപ്പുലേഷൻ ഇൻക്രീസ് കാണാൻ പറ്റുന്ന ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമുണ്ട്. രണ്ടാമതാണ് നെറ്റ് പോപ്പുലേഷൻ ഇൻക്രീസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന അടുത്തൊരു ഏരിയയാണ്. ഒരു ബയോളജിസ്റ്റ് ഫൈൻഡ് ദാറ്റ് ഇൻ എ മൈസ് പോപ്പുലേഷൻ, ഒരു മൈസിൻ്റെ പോപ്പുലേഷനിൽ നെയ്റ്റാലിറ്റി 500 ആണ്. അപ്പോൾ ബർത്ത് റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബർത്ത് റേറ്റ് 500 ആണ് നമുക്ക് കിട്ടി. അടുത്തത് മോർട്ടാലിറ്റി, ഡെത്ത് റേറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 480 കിട്ടി. ഇമിഗ്രേഷൻ അവിടേക്ക് വന്ന ആളുകൾ 40 കിട്ടി. എമിഗ്രേഷൻ അവിടുന്ന് പോയ ആളുകൾ 60 കിട്ടി. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് നെറ്റ് ഇൻക്രീസ് എന്നാണ് ചോദിച്ചത്. അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, പോപ്പുലേഷൻ ഡെൻസിറ്റിയിലെ ചേഞ്ച് കാണണമെങ്കിൽ നമ്മൾ B+I മൈനസ് D+E കണ്ടാൽ മതി. പെട്ടെന്ന് കുട്ടിയൊക്കെ ഏതാ ഇക്വേഷൻ മനസ്സിലാവില്ല. പോപ്പുലേഷൻ ചേഞ്ച് കാണണമെങ്കിൽ ബർത്തും ഡെത്തും എമിഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ചേഞ്ച് കാണാൻ ബർത്ത് റേറ്റ് എന്ന് B+I മൈനസ് D+E കണ്ടാൽ മതി. B+I ഒന്ന് കൊടുത്തു നോക്കിയേ. B എന്ന് പറയുന്നത് 500, I എന്ന് പറയുന്നത് 40. അതിന്ന് നമ്മൾ D എന്ന് പറയുന്നത് 480 ആണ്. അതിനോട് നമ്മൾ 60 ആഡ് ചെയ്തു. ഇനി നോക്കിക്കോണം കേട്ടോ, 500 + 40 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 540 എന്ന് കിട്ടും. അതിന്ന് ഇത് ആഡ് ചെയ്താൽ നമുക്ക് 540 എന്നാണ് കിട്ടുക. 540 540 കുറച്ച് നമുക്ക് 0 കിട്ടുക. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻക്രീസ് 0 ആണ്. അപ്പോൾ ഓപ്ഷനിൽ 0 എന്നുണ്ടാവും. നെറ്റ് ഇൻക്രീസ് അവിടെ 0 എന്നാണ് വരിക. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ പോപ്പുലേഷന് ഗ്രോത്ത് ഇല്ല. ഗ്രോത്ത് ഇല്ലാതിരിക്കാൻ കാരണം എന്താ? B+Iൻ്റെ വാല്യൂ D+Eക്ക് തുല്യമാണ്. ഇനി എപ്പോഴാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുക? B+Iൻ്റെ വാല്യൂ D+Eനേക്കാൾ കൂടിയാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. B+Iൻ്റെ വാല്യൂ D+Eനേക്കാൾ കുറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. ക്ലിയർ അല്ലേ? ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്തൂടെ? ചെയ്യാം. എങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യമാണ് ഇവിടെ പറയുന്നത്. ഡെത്ത് റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ആഫ്റ്റർ പോച്ചിങ് 3 ലയൺസ് ഇൻ എ സർട്ടൻ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിൽ 3 ലയൺസിനെ നമ്മൾ കൊന്നു തള്ളി. പോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേട്ടയാടി കളഞ്ഞു. ഗുജറാത്തിൽ ഓൺലി 15 ആർ ലെഫ്റ്റ്. അവിടെ ഇപ്പോൾ 15 ബാക്കിയുള്ളൂ. ഡെത്ത് റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഡെത്ത് റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു വെച്ചത്. ഡെത്ത് റേറ്റ് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ കുട്ടി നേരെ ചെയ്യും, 3/15 ചെയ്യും. അപ്പോൾ ഓപ്ഷൻ 1 5 ആൻസറും കിട്ടും. 3/15 5 ആണോ? അല്ല. നോക്കണേ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ പോച്ചിങ് 3 ലയൺസ്, 3 ലയൺസിനെ നമുക്ക് പോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡെത്ത് റേറ്റ് 3 ആണെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് ഡെത്ത് 3 ആണ്.
പക്ഷെ അവിടുത്തെ ടോട്ടൽ നമ്പർ 15 അല്ല, അവിടെ അപ്പം ഉള്ളത് 15 ആണ്. പക്ഷെ 3 എണ്ണത്തിന് നമ്മൾ ആദ്യം കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 18 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് 3 ആളെ കൊന്നു കളഞ്ഞത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ 18 അല്ലേ വരിക. അപ്പോൾ ഇത് ഈക്വൽ ടു 3/18 എന്ന് പറയും. അപ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 0.166 എന്നുള്ള ആൻസർ കിട്ടും. ഈ ഓപ്ഷൻ 3യിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എടുത്തത് എങ്ങനെയെന്ന് മനസ്സിലായോ? സാധാരണ കുട്ടികൾ 3/15 വെച്ചിട്ടാണ് ചെയ്യുക. അല്ല, അവിടെ 18 ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് നമ്മൾ 3 ആൾക്കാരെ കൊന്നു തള്ളിയത്. ആഫ്റ്റർ പോച്ചിങ് എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആവില്ലല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്തൊരു കേസ് നോക്കാം നമുക്ക്. ബൈനറി ഫിഷനുമായി ബന്ധപ്പെട്ടൊരു കേസാണ് ഇവിടുന്ന് അടുത്ത് ചോദിക്കാറുള്ളത്, പോപ്പുലേഷൻ ഇൻക്രീസിൻ്റെ. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്. ഒരു പാരന്റ് 2ആയിട്ട് മുറിഞ്ഞു പോണതിനെ പറയുന്ന പേരാണ് ബൈനറി ഫിഷൻ. ഇനി ചോദ്യം വായിച്ചേ. ഒരു പ്രോട്ടോസോവൻ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. ഒരു പ്രോട്ടോസോവൻ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈനറി ഫിഷൻ വഴിയാണ്. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പ്രോട്ടോസോവൻ ഇൻ ഇറ്റ്സ് പോപ്പുലേഷൻ ആഫ്റ്റർ 4 ജനറേഷന് ശേഷമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോസോവൻ ഉണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോസോവൻ ഇപ്പോൾ ആ പോപ്പുലേഷനിൽ 1 ആണ്. ഇനി ഇയാൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇയാൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ശേഷം 1 എന്നുള്ളത് 2 എണ്ണം 2 ആവും. ഈ 2 ആൾക്കാർ ബൈനറി ഫിഷന് പോകുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? 2 എന്നുള്ളത് 4 ആവും. അവർ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് ജനറേഷനിൽ എത്തുമ്പോൾ അത് 4 എന്നുള്ളത് 8 ആവും. അവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് 4th ജനറേഷനിൽ എത്തുമ്പോൾ 8 എന്നുള്ളത് 16 ആവും. അപ്പം 4 ജനറേഷന് ശേഷം അവിടെ എത്ര ആൾക്കാരാണ് ഉണ്ടാവുക? 16 ആൾക്കാരാണ് ഉണ്ടാവുക. ബൈനറി ഫിഷന് ശേഷം എത്ര ജനറേഷന് ശേഷം ഇത്ര ആൾക്കാരുണ്ടാവുന്നു എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മളത് 2n എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ബൈനറി ഫിഷൻ വഴി ഉണ്ടാവുക 2 ആണ്. എത്ര ജനറേഷൻ ശേഷം എന്നുള്ളതാണ്, നമ്പർ ഓഫ് ജനറേഷൻസ് ആണ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ജനറേഷന് ശേഷം എന്നുള്ളത് 2⁴ ഇട്ടാൽ മതി. നമ്പർ ഓഫ് ജനറേഷൻസ് 4 ആണ്. അപ്പോൾ 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. കണ്ടോ? 2 രീതിയിൽ കണ്ടുപിടിക്കാം. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. നോക്കണം, ഈ ചോദ്യം വളരെ സൂക്ഷിച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ചോദ്യം കാണുമ്പോൾ അങ്ങനെ ഞെട്ടും. ഒരു പോപ്പുലേഷനിൽ 1000 ആളുകൾ ഉണ്ടായിരുന്നു. അത് ഗ്രോ ചെയ്ത് പോപ്പുലേഷൻ ഓഫ് 1000 ഗ്രോസ് ടു 1200 ഇൻ ആൻ ഇയർ ആൻഡ് ദ ഡെത്ത് റേറ്റ് ഈസ് 10%. വാട്ട് ഈസ് ദ ബർത്ത് റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു പോപ്പുലേഷനിൽ 1000 പേരുണ്ടായിരുന്നു. അതൊരു വർഷം കൊണ്ടത്തിന്റെ അവസാനമായപ്പോൾ 1200 ആളായി. അവിടുത്തെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. എന്നാൽ ബർത്ത് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഡെത്ത് റേറ്റ് 10% ആണെങ്കിൽ ബർത്ത് റേറ്റ് അതിനേക്കാൾ കൂടും. കാരണം അവിടെ പോപ്പുലേഷൻ കൂടിയേക്കാണ്. കാരണം എത്രയാണ്? 1000 എന്നുള്ളത് 1200 ആയേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെത്ത് റേറ്റിനേക്കാൾ ബർത്ത് റേറ്റ് കൂടണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? പോപ്പുലേഷൻ ഗ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് ഒരു പോപ്പുലേഷനിൽ ആദ്യത്തെ തന്നിട്ടുണ്ട് N0 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 1000 ആണ് തന്നിട്ടുണ്ട്. അവസാനത്തിൽ ആ വർഷത്തിന് അവസാനം NT ആയപ്പോഴേക്കും അത് 1200 ആയിട്ട് വളർന്നു. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 200 ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ 200 വ്യത്യാസമല്ലേ B-T എന്ന് പറയുന്നത്. ആ ഒരു വർഷം കൊണ്ടുണ്ടായ ജനത്തിന്റെ എണ്ണത്തിൽ നിന്നും മരണത്തിന്റെ എണ്ണം കുറക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ B-T ഈസ് ഈക്വൽ ടു 200 നമുക്ക് അവിടെ തന്നെ എഴുതാൻ പറ്റും. കിട്ടി. ഇനി നമുക്ക് അടുത്ത് തന്നേക്കുന്നത് എന്താ? ഡെത്ത് റേറ്റ് ആണ് തന്നേക്കുന്നത്. ഡെത്ത് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു 10% നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഈ 10% എന്തിൻ്റെയാണ്? 1000ന്റെ 10% ആണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം അവിടെ 1000 ആൾക്കാരെല്ലാം ഉണ്ടായി. അതിൻ്റെ 10% ആണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ പറയാം? ഈ ഡെത്ത് റേറ്റിൻ്റെ നമ്പർ ഓഫ് ഡെത്ത് കാണണമെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഡെത്തുകൾ ആ വർഷം സംഭവിച്ചത് എത്രയെന്ന് കാണണമെങ്കിൽ 10/100 10% ഇൻറ്റു 1000 ചെയ്താൽ പോരെ. 1000ന്റെ 10% ആണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10 × 10 100 ആളുകൾ എന്നിവിടെ കിട്ടും. അപ്പോൾ മരിച്ച ആളുകൾ 100 ആണ്. കണ്ട, ആ ഒരു വർഷം മരിച്ച ആളുകൾ 100 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? B-T ഈസ് ഈക്വൽ ടു 200 നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബർത്ത് റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബർത്ത് റേറ്റ് ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ B-100 നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു 200 നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ B ഈസ് ഈക്വൽ ടു 200 മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ +100 ആയി വരും. അപ്പോൾ B ഈസ് ഈക്വൽ ടു 300 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ബർത്തും കിട്ടി, ഡെത്തും കിട്ടി. ഇനി ഡെത്ത് റേറ്റ് തന്നിക്കണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ബർത്ത് റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ബർത്ത് പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. ബർത്ത് റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് നമ്മളോട്. ബർത്ത് റേറ്റ് എങ്ങനെ കാണാം? ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാ ചെയ്യുക? ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബേർത്ത്സ് ഡിവൈഡഡ് ബൈ, നോക്കണേ, നമ്പർ ഓഫ് ബേർത്ത്സ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ അല്ലേ നമുക്ക് അവിടെ കാണേണ്ടത്. ഇവിടെയും ടോട്ടൽ നമ്പർ 1000 എടുത്താൽ മതി. കാരണം 1200 വർഷത്തിൻ്റെ അവസാനം പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, അതെടുക്കണ്ട. 1000 വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. 1000 വെച്ചിട്ടാണ് നമ്പർ ഓഫ് ഡെത്ത് നമ്മൾ കണ്ടെത്തിയത്. ഇപ്പോൾ നമ്പർ ഓഫ് ബർത്ത് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ഇനീഷ്യൽ പോപ്പുലേഷൻ തന്നെ എടുത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/10 എന്ന് കിട്ടി. അത് 0.3 എന്ന് കിട്ടി. അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 30% നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഡെത്ത് റേറ്റ് 10 ആണെങ്കിൽ ബർത്ത് റേറ്റ് 30% ആണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ വേണ്ട, ഒന്നുകൂടി നോക്കിക്കോളൂ. നമ്മളോട് ചോദിച്ച പോപ്പുലേഷൻ 1000 ആയിരുന്നു, അത് 1200 വളർന്നു. അപ്പോൾ 1000 ആയപ്പോഴുള്ള ഡെത്ത് റേറ്റ് 10 ആണ് എന്ന് നമുക്ക് കിട്ടി. ഈ 10% ആയപ്പോഴാണ് ഉള്ള ബർത്ത് റേറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പോപ്പുലേഷൻ എഴുതി, ഫൈനൽ പോപ്പുലേഷൻ എഴുതി, അവർ ഡിഫറൻസ് 200. അപ്പോൾ B - D = 200 കിട്ടി. ഡെത്ത് റേറ്റ് 10% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഡെത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 10% × 1000 ചെയ്തു. അപ്പോൾ 100 ആൾക്കാരാണ് അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ബർത്ത് കിട്ടി 300. ഇനി ബർത്ത് റേറ്റ് കാണണമെങ്കിൽ നമ്പർ ഓഫ് ബർത്തിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറോട് ചെയ്തപ്പോൾ അത് കിട്ടി. അതിന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റി. ഓപ്ഷനിൽ ഒന്നെങ്കിൽ 0.3 എന്നുണ്ടാവും, അല്ലെങ്കിൽ 30% എന്നുണ്ടാവും. സോ നമുക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്തു. സോ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.